കുഷ്ഠരോഗി യേശുവിനോട് ചോദിച്ചു, നിനക്ക് മനസ്സുണ്ടോ? എന്നെ ഒന്ന് സൗഖ്യമാക്കാൻ നിനക്ക് മനസ്സുണ്ടോ? കാരണം ആർക്കും എന്നോട് മനസ്സില്ല. എന്നെ ആരും തൊടാറുപോലും ഇല്ല. കണ്ടോ, എൻ്റെ ശരീരം എല്ലാം കുഷ്ഠരോഗത്താൽ വല്ലാതെ വ്രണം നിറഞ്ഞിരിക്കുന്നെന്നാണ് അവൻ പറയുന്നത്. എന്നെ ആരും തൊടാൻ വരില്ല. നിനക്ക് മനസ്സുണ്ടോ എന്നെ ഒന്ന് സൗഖ്യമാക്കാൻ? ഞാൻ കരുതിയത് നീ സൗഖ്യമാകാ എന്ന് അവനോട് പറയും എന്നായിരുന്നു. പക്ഷെ ബൈബിളിൽ അങ്ങനല്ല എഴുതിയിരിക്കുന്നത്. അവൻ മനസ്സലിഞ്ഞു, കൈ നീട്ടി അവനെ തൊട്ടു. മനസ്സുണ്ട്, സൗഖ്യമാകാം എന്ന് പറഞ്ഞു. നിങ്ങൾക്കൊരു സത്യം അറിയാമോ? ഇതുപോലൊരു കരസ്പർശനം അവൻ അനുഭവിച്ചിട്ട് വർഷങ്ങളായി. ആരും അവനെ തൊടാറില്ല. ആരും തൊടാത്തവനെ തൊടാൻ ഒരു കരമുണ്ട്. ആരും സഹായിക്കാത്തവനെ സഹായിക്കാൻ ഒരു ദൈവമുണ്ട്. എല്ലാവരും മറന്നവനെ ഓർക്കാൻ ഒരു ദൈവമുണ്ട്. ആ കരത്തിൽ വിശ്വസിക്കുക. ഒരു പാസ്റ്റർമാരിലുമല്ല നിങ്ങൾ ആശ്രയിക്കേണ്ടത്, ഒരു വ്യക്തികളിലുമല്ല നിങ്ങൾ ആശ്രയിക്കേണ്ടത്, ഒരു സംഘടനയിലുമല്ല നിങ്ങൾ നിലകൊള്ളേണ്ടത്. ബിലീവ് ഇൻ ഗോഡ്. അവനിൽ വിശ്വസിക്കുക. എന്റെ ദൈവത്തിൽ ആശ്രയിക്കുക. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുക. മരണവും ജീവനും തമ്മിൽ കൂട്ടിമുട്ടി നയീനിൽ. നിങ്ങൾ അറിഞ്ഞോ? മരണവും ജീവനും തമ്മിൽ കൂട്ടിമുട്ടി നയീനിൽ മരണം തോറ്റു. വെളിച്ചവും ഇരുട്ടും തമ്മിൽ കൂട്ടിമുട്ടിയാൽ ഇരുട്ടേ നീ തോറ്റുപോകും. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകും. ആ കരം മാത്രം മതി എനിക്ക്. ആ കരം മാത്രം മതി എനിക്ക്.